ചീട്ടുകൊട്ടാരം പോലെ തകർന്നിരിക്കുമ്പോൾ എതിരെ നിൽക്കുന്നയാളുടെ കണ്ണിൽ നോക്കി നല്ല ഫുൾ കോൺഫിഡൻസിൽ സൂര്യന് താഴെ എന്തിനെക്കുറിച്ചും കൺവിൻസിംഗ് ആയിട്ട് സംസാരിച്ച് കച്ചവടം ചെയ്യാൻ അറിയുന്നവനാണ് യഥാർത്ഥ ബിസിനസ്മാൻ. യൂസഫ് ഷാ. ഈ ബിസിനസ് മീറ്റിങ്ങിന് നമ്മൾ എപ്പോഴും രാവിലെ തന്നെ പോകണം. നമ്മൾ കാണാൻ പോകുന്ന ആളെന്ന് ആദ്യം കാണുന്നത് നമ്മളെ തന്നെ ആയിരിക്കും. എക്സ്ക്യൂസ് മീ. യെസ്. നമ്മൾ തമ്മിൽ നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. നിങ്ങളെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഹൗ കൻ ഐ ഹെൽപ്പ് യു? ഐ എം ഹിയർ ടു മീറ്റ് യൂസഫ് ഷാ. യൂസഫ് ഷാ. യു ഹാവ് എൻ അപ്പോയിൻമെൻറ്റ്? ഇല്ല, എനിക്കൊരു 2 minutes മതി. വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വരും. അല്ല, ഞാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ വേണേൽ സെക്യൂരിറ്റീനെ വിളിക്കാം. ഓ, എന്നാൽ പോയിട്ട് വരാം. ആ, ഏതടവൻ? ഞാൻ വിചാരിച്ചു നീ യൂസഫ് ഷായെ മണത്തി അടിച്ച് കച്ചവടം ഉറപ്പിച്ച് പടയപ്പ സ്റ്റൈലിൽ ഒരു വരവ് വരുമെന്നാ. സിനിമയിൽ അതൊക്കെ പറ്റും. ഒറ്റപ്പാട്ടിലെ പണക്കാരനാവാലോ. നടക്കൂല ഫിലിപ്പങ്ങളെ, ജീവിതത്തിൽ അത് നടക്കൂല. You have an appointment? യെസ്. ഓ, എവിടെയുണ്ട്? എടുത്തു അപ്പോയിൻമെന്റ്. എനിക്കറിയാം. അകത്ത് വെയിറ്റ് ചെയ്യും. പ്ലീസ് ബി സീറ്റഡ്. ഓൾ ഗുഡ്? ഓ, കൂട്ടിട്ടൊന്നേ ഉള്ളൂ. ഞാൻ തന്നെയാണ് യൂസഫ് ഷാ. ഹായ് സർ. എനിക്ക് മനസ്സിലായില്ല. സാറേ, 2 ആഴ്ചത്തെ ലീവിന് ചോദിച്ചിരുന്നു നാട്ടിൽ പോവാൻ. 1 മാസത്തേക്ക് പോയിക്കോളൂ. താങ്ക് യു സാർ. പിന്നെ ഇങ്ങോട്ടേക്ക് വരണ്ട. ഗെറ്റ് ഔട്ട്. തേണ്ടി. ടെൽ മീ. ഞാൻ സാറിനെ കുറിച്ച് ഒരുപാട് വായിച്ചിരുന്നു, പക്ഷെ ഫോട്ടോ ഒന്നും കണ്ടില്ല. ഫോട്ടോ വേണ്ട. എനിക്കൊരു 200 ടൺ സ്റ്റീൽ വേണം. എൻ്റെ ഒരു ആഫ്രിക്കൻ കസ്റ്റമറിന് വേണ്ടിയാണ്. നിങ്ങളുടെ മറ്റ് ബയേഴ്സിനെ പോലെ അല്ല ഞാൻ. എനിക്കൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ കയ്യിൽ ഒരൊറ്റ പൈസയില്ല. ജെറി, തൻ്റെ കൂടെ എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ താനുമായിട്ട് ബിസിനസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. കോടികളുടെ കടം, ട്രേഡ് ലൈസൻസ് ഇല്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ല, ഓഫീസില്ല, എംപ്ലോയീസ് ഇല്ല, ഗ്യാരണ്ടി നിൽക്കാൻ പോലും ആരുമില്ല. കച്ചവടത്തിന് നാവ് മാത്രം മതിയോടും. ഈ പറഞ്ഞ സാധനങ്ങളൊന്നുമില്ലാതെ 4-5 വർഷം മുന്നേ ഷാർജയിലും ജബലയിലെല്ലാം മില്യൺസിനെ കച്ചവടം നടത്തിയ ഒരാളെക്കുറിച്ച് എനിക്കറിയാം. യൂസഫ് ഷാ. ഞാൻ നിങ്ങളെ തേടി വന്നത് അതുകൊണ്ടാണ്. പഴയ പോലെ റിസ്ക് എടുക്കാനൊന്നും എനിക്ക് വയ്യ. നിങ്ങൾ റിസ്ക് എടുക്കണ്ട. വൈകുന്നേരം മേശപ്പുറത്ത് കാശ് കൊണ്ട് വയ്ക്കുമ്പോൾ നിങ്ങളിത് എനിക്ക് തിരിച്ചു തന്നാൽ മതി. $200 ടൺ. യെസ്. 5 ട്രക്ക്. യെസ്. മാനേജർ വർമ്മയോട് സംസാരിച്ചോളൂ. ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. താങ്ക് യു. യു വെൽക്കം. ജെറി, താൻ ഈ ബിസിനസ്സിൽ പുതിയതാണ്. ഡീൽ ചെയ്യുന്നത് ആഫ്രിക്കൻസുമായിട്ടും. സൂക്ഷിക്കണം. ആഫ്രിക്കൻസ് ഡീൽ ചെയ്യുന്നത് നമ്മൾ മലയാളികളായിട്ടല്ലേ സാറേ? I am not going to the seaport. This consignment. ആമാ കഴിഞ്ഞോ?
ഇല്ല, അവർ ലോഡ് ചെക്ക് ചെയ്തു. ഇവ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദേ പള്ളിയിൽ നിന്ന് ഇറങ്ങി. പള്ളിയിൽ നിന്ന് ഇറങ്ങിയാലും പ്രാർത്ഥന നടത്തണ്ട. കാശ് ഇതുവരെ കയ്യിൽ വന്നിട്ടില്ല. ഇവിടെയുള്ള ഓരോരുത്തന്മാരെ തേക്ക് മരം പോലെ ഇരിക്കുക. തേക്കിനൊക്കെ ഇപ്പം നല്ല വിലയാടാ. എല്ലാം നന്നായി പോകും. നിന്റെ ഫസ്റ്റ് ഡീലല്ലേ? ഓൾ ദി ബെസ്റ്റ്. ശരി. Jerry. So you guys carry on. സമത്. Jerry, it's all good. ഓ, താങ്ക് യു. ഹൗ മച്ച്? Like we said, 1 million. താങ്ക് യു. ഓക്കെ, സീ യു ദെൻ. താങ്ക് യു. ജെറി, എൻ്റെ അടുത്ത് കുറച്ച് ബൾക്ക് ലോഡുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ എനിക്കത് വിറ്റ് തീർത്ത് കാശ് കയ്യിൽ വരണം. ബയേഴ്സ് ഒരുപാട് പേരുണ്ട്, പക്ഷെ ആരും പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പ്രോംപ്റ്റ് അല്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? എത്ര ടൺ വരും? 10,000, 10,000 ടൺ. ഞങ്ങൾ എടുത്തോളാം. രണ്ടാഴ്ച കൊണ്ട് 10,000 ടൺ നമ്മൾ എങ്ങനെ വിൽക്കും? പഴയ കസ്റ്റമേഴ്സ് ആരും നമ്മുടെ കൂടെ ബിസിനസ് ചെയ്യില്ല. ഒരു ആഫ്രിക്കക്കാരനെ കണ്ടുപിടിച്ച പാടെ എനിക്കറിയാം. പുതിയ കസ്റ്റമേഴ്സിനൊക്കെ ചാത്തമാർ കൊണ്ടു തരൂ. മാർക്കറ്റ് ഏറ്റവും ഡള്ളായിരിക്കും സമയമാണ്. എന്ത് ധൈര്യത്തിൽ അമ്മ ഇത് കമ്മിറ്റ് ചെയ്ത്? ഈ മാർക്കറ്റും ബിസിനസ്സും ഒന്നും ഞാൻ ഇന്നും ഇന്നലെയും കാണുന്നതല്ല ജെറി. ഞാൻ ജേക്കബ് സക്കറയുടെ ഭാര്യ, നീ നിന്റെ അപ്പൻ്റെ മോനും. നമ്മളിത് വിൽക്കും. മുത്തേ, നീ പപ്പയെ മിസ് ചെയ്യാറുണ്ടോ? Sometimes. പപ്പ എപ്പോഴാ വരിക? വേഗം വരും. അതുവരെ എനിക്ക് നീ ഉണ്ടല്ലോ. नहीं, इससे ज्यादा मैं आपको एक दिन नहीं दे सकता. I will talk to your तो manager. या मैं पुलिस को बुलाऊंगा या फिर गुंडों को. जी मैम. നിന്റെ മാനേജർക്ക് എന്നെ നല്ലോണം അറിയാവല്ലോ. जी. അയാൾക്ക് എന്നോട് സംസാരിക്കണമെങ്കിൽ ആ കൊരങ്ങനോട് നേരിട്ട് വരാൻ പറ. അല്ലാണ്ട് കണ്ണി കണ്ട ആപ്പി ഉപ്പയൊക്കെ എന്റെ വീട്ടിലേക്ക് അയച്ചാലുണ്ടല്ലോ, ഇറങ്ങിപ്പോടാ. जी मैम. ആ പുതിയ ഓഫീസാണ്. ബോട്ട് യു രവി ടു മേക്ക് ഗുഡ് തിങ്സ്. ഫാദർ ഇത് നീ ആ സിഗരറ്റ് കെടുത്തി. നിന്റെ അമ്മയുടെ പ്രായം ഉണ്ടാവും എനിക്ക്. എന്റെ മുമ്പിൽ വെച്ച് സിഗരറ്റ് വലിക്കുക. എടുത്തിടാ അത്. ജെറി, ഇവനുമായിട്ടൊന്നും ഒരു ബിസിനസ്സും വേണ്ട. ഐ എം റിയലി സോറി. ഇങ്ങനെ ആവർത്തിക്കില്ല. ലെറ്റ്സ് ടോക്ക് ബിസിനസ് ജെറി. ഒന്ന് പറ പ്ലീസ്. ക്ഷമിച്ചേക്കമ്മേ. ലെറ്റ്സ് ടോക്ക് ബിസിനസ്.